ഇപ്പം അങ്ങ് മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങയുടെ സ്പിരിച്വൽ വളർച്ചയിൽ ആ ഒരു സ്പിരിറ്റുമായിട്ടുള്ള കണക്ഷനിൽ ആ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, ആ കിട്ടുന്ന ഒരു ആനന്ദം, അതിപ്പോൾ എനിക്ക് മനസ്സിലാകും. പറഞ്ഞു എന്നാൽ ഞാൻ അനുഭവിച്ചറിയേണ്ട കാര്യമാണത്. അങ്ങക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വാക്കുകളിട്ട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, എനിക്കറിയാം. എന്നാലും 1-2 അനുഭവങ്ങൾ. അതീന്ദ്രിയം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലോട്ട് നമ്മളെ മൈൻഡ് പോയാൽ ഞാൻ വേറെ, അനുഭവം വേറെ, അനുഭവിച്ചത് എന്ന് പറയുന്നത് അത് 2-3 അത് ഡിവൈഡ് ആവും. ശരിക്കും അതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം ധ്യാനാവസ്ഥയിലോട്ട് മൈൻഡ് പോയിക്കൊണ്ടിരിക്കും തോറും കാമാവും, പീസ്ഫുള്ളാവും, ബ്ലിസ്ഫുള്ളാവും. അപ്പോൾ ഇതാണ് ഈ നമ്മൾ ഈ സച്ചിത് ആനന്ദ് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. സച്ചിത് ആനന്ദം, അതായത് എട്ടേണലിൻ്റെ അനുഭവവും ആ എട്ടേണലിൻ്റെ അറിവിൻ്റെ അനുഭവവും പിന്നെ ആനന്ദവും. അപ്പോൾ ഇത് സൈലൻസിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ഡീപ്പായിട്ടുള്ള ഒരു സൈലൻസ് വരുമ്പോൾ എല്ലാ നോളജും എല്ലാ ആനന്ദവും അവിടെ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ആനന്ദമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി വരണം. അപ്പോൾ അത് ഇൻ്റർപ്രിട്ടേഷൻ പോലും ചെയ്യാതിരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതാണ് ഏറ്റവും ബ്ലിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ. അതാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആനന്ദിച്ചു എന്ന് പറയുമ്പോൾ എന്താണ്, ഞാൻ വീണ്ടും അതിൽ നിന്ന് വേറിട്ട് വന്നിട്ട് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പോലെ ആവും. അപ്പോൾ അതിനെ ഒറ്റവാക്കി പറയുമ്പോൾ ആ സൈലൻസ് ഫീൽ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് നമുക്കിഷ്ടം. ആ സൈലൻസ്, അൾട്ടിമേറ്റായിട്ടുള്ള സൈലൻസ്. അപ്പോൾ മൈൻഡ് അവിടെ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് വ്യാഖ്യാനിക്കുന്നില്ല, ഇൻ്റർപ്രറ്റ് ചെയ്യുന്നില്ല, അതിനെ ഒന്നിനെയും ക്ലാസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ആ സൈലൻസ് കിട്ടി, ആ സൈലൻസ് ആനന്ദത്തോടെ അനുഭവിക്കുന്നു. അതാണോ അങ്ങയുടെ വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്നതിൻ്റെ? വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്ന റൈറ്റിംഗ്, നമ്മൾ കടന്നു വന്ന ഓരോ ഘട്ടങ്ങളുണ്ടല്ലോ, നമ്മുടെ ലൈഫിൽ കടന്നു വന്ന ഘട്ടങ്ങൾ. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു പ്രഭാഷകനല്ല. നമ്മൾ ഏത് വേദിയിൽ പോയാലും ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. കഴിവതും സംസാരിക്കാതെ മറ്റുള്ളവർക്കെടുത്ത് നമുക്ക് പകരം സംസാരിക്കാൻ പറയുന്ന ഒരു വ്യക്തിയാണ്. കാര്യം ഈ ഒരു ഉള്ളിലോട്ടുള്ള നിരീക്ഷണം അങ്ങനെ പോയത് കാരണം സംസാരങ്ങൾ കുറഞ്ഞു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കണക്ട് ചെയ്ത് വാക്കുകളും ചിലപ്പം കിട്ടിയെന്ന് വരില്ല, പെട്ടെന്ന് അത് മുറിഞ്ഞ് അങ്ങ് നിൽക്കും. അപ്പോൾ അത് പലയിടത്തും സംഭവിച്ചപ്പോഴാണ് നമ്മൾ പിന്നെ ഈ സംസാരം കുറച്ച് വന്നത്. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിഷയം പറയുകയാണ്, വിഷയം പറഞ്ഞ് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു ആനന്ദത്തിൻ്റെ ഒരു സംഭവം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കരയും, അല്ലെങ്കിൽ കണ്ണ് നിറയും, പെട്ടെന്ന് നമുക്ക് വാക്ക് ബ്രേക്കാവും. ഒരു പൊതു സദസ്സിൽ വെച്ച് അങ്ങനെ പറയുമ്പോൾ അതൊരു അവിടുത്തെ ഒരു വൈബ്രേഷന് പറ്റിയതല്ല എന്നുള്ള തോന്നലിലാണ് ഈ ടോക്കുകൾ കുറച്ചത്. പിന്നെ വളരെ സ്ട്രെയിൻ എടുത്തായിരിക്കും ചിലപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോഴും നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഫീൽ ചെയ്തത് എഴുതുക എന്നുള്ളതാണ്. അത് എഴുതാൻ വേണ്ടി ഒരിക്കലും ഇരിക്കാറില്ല. ഒരു സ്പോണ്ടേനിയസ് ആയിട്ട് ഇപ്പോഴും ബുക്ക് പേനെടുത്തും എഴുതാറില്ല, വാട്സപ്പിൽ തന്നെ എഴുതാമല്ലോ. അപ്പോൾ ഒരു ടോപ്പിക്ക് അങ്ങനെ എഴുതും. ഇത് എഴുതുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഇവിടെ മെഡിറ്റേഷൻ സെൻറ്ററിൽ വരുന്ന മറ്റ് സാധകാസുണ്ടല്ലോ, അവർക്ക് ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആകാൻ വേണ്ടിയിട്ടാണ് ഓരോ മാറ്ററുകൾ എഴുതി തുടങ്ങിയത്. ആദ്യമായിട്ട് എഴുതി തുടങ്ങിയത് അവധൂത ചിന്തകളാണ്. നേരത്തെ പറഞ്ഞല്ലോ, ചിന്തകൾ ഇല്ലാത്തൊരവസ്ഥ വരണമെങ്കിൽ, അല്ലെങ്കിൽ ചിന്തയ്ക്ക് അതീതമായി വരണമെന്നുണ്ടെങ്കിൽ ഡീപ്പായിട്ട് ചിന്തിക്കണം. നമ്മുടെ ബേസിക് തോട്ടിൽ നിന്ന് ഡീപ്പായിട്ട് നമ്മൾ ചിന്തിക്കണം. അപ്പോഴാണ് നമ്മൾ ഒരു പ്രത്യേക ഒരു സർക്കിളിൽ നിന്ന് പുറത്തോട്ട് ചാടുന്നത്. അപ്പോൾ ആ കോൺസെപ്റ്റിലാണ് അവധൂത ചിന്തകൾ എന്നുള്ളൊരു കോൺസെപ്റ്റ് എഴുതി തുടങ്ങിയത്. അത് ചിന്തയ്ക്ക് അതീതമായി വരുവാൻ വേണ്ടി എഴുതി വന്ന ഒരു റൈറ്റിംഗാണ്. പിന്നീട് അടുത്ത ഘട്ടമായിട്ട് എഴുതി തുടങ്ങിയതാണ് ശൂന്യമായ വാക്കുകൾ. എല്ലാം ശൂന്യമാകണം. അപ്പോൾ വാക്കുകളും ശൂന്യമാകണം, വിചാരം ശൂന്യമാകണം, മനനം ശൂന്യമാകണം. അപ്പോൾ അതിന് ഉതകുന്ന രീതിയിലുള്ള റൈറ്റിംഗാണ് ശൂന്യമായ വാക്കുകൾ എന്നുള്ളത്. അപ്പം എന്താണ്, സ്റ്റെപ്പായിട്ട് നോക്കുമ്പോൾ അത് മനസ്സിലാകാൻ പറ്റും. ചിന്തകളെ ഡീപ്പാക്കുക, പിന്നീട് വാക്കുകൾ തന്നെ ശൂന്യമാകുക. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് എപ്പോഴും വാക്കുകൾ ശൂന്യമാക്കാൻ പറ്റും. അവൻ്റെ ബേസിക് മൈൻഡിലോട്ടും ബേസിക് തോട്ടിലോട്ടും വരുമല്ലോ. അപ്പോൾ എന്താണ്, ആ അൾട്ടിമേറ്റിനോടുള്ള ഒരു ലവ് വരണം.
എങ്കിൽ മാത്രമേ ഇത് വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ ഈ ലവ് എന്ത് എന്നുള്ളത് അറിയണം. അതിനാണ് ആത്മഭാഷണം എന്ന് പറയുന്നൊരു റൈറ്റിംഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ലവ് നമുക്ക് വളരെ കണക്ട് ചെയ്ത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ സൂഫി ചിന്തകളിലോട്ടൊക്കെ പോവേണ്ടി വരും. അത് പ്രണയത്തെപ്പറ്റി ഭയങ്കരമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അതേപോലെ അങ്ങനെ നോക്കിയപ്പോൾ കൃഷ്ണ രാധ, അതും നമുക്ക് ആ ലവ് പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു മീഡിയമാണ്. അപ്പോൾ നമ്മൾ ഈ ആത്മഭാഷണം എഴുതിയത് കൃഷ്ണ രാധ കോൺവെർസേഷനായിട്ടാണ്. അത് ശരിക്കും അവിടെ കൃഷ്ണൻ എന്നുള്ളത് ബുദ്ധിയും അല്ലെങ്കിൽ ബോധവും, രാധ എന്ന് പറയുന്നത് കുറച്ച് ഫിൽട്ടറായ മൈൻഡുമാണ്. അവരുടെ കോൺവെർസേഷനാണ്. പക്ഷെ അവർ സംസാരിക്കുന്നത് എങ്ങനെയാണ്? പരസ്പരം തോൽക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ലവ്. അപ്പോൾ ലവിൻ്റെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ റൈറ്റിംഗ് മൊത്തം വന്നത് എങ്ങനെയായിരിക്കണം ലവ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ റൈറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവിടെയും നമ്മൾ നോക്കുമ്പോൾ കൃഷ്ണ രാധ 2 വ്യക്തികളുടെ ഇടയിലുള്ള ലവ് ആണ്. എന്നാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ലവ് ഉണ്ടായാൽ എങ്ങനെയായിരിക്കും? സിംഗുലറായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ അവൻ പ്രണയിക്കുകയാണ്. അപ്പോൾ അത് വേറെ ലാംഗ്വേജിലായിരിക്കും. മറ്റേത് കോൺവെർസേഷൻ രൂപയിൽ വന്നു. അപ്പോൾ സിംഗുലറായിട്ട് തന്നിലുള്ള ഫാക്റ്റിനെ അപ്പം ഈ ആത്മഭാഷണം വായിച്ചവന് ലവിൻ്റെ എലമെൻറ്റ് മനസ്സിലാക്കി, എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പം സിംഗുലറായിട്ട് അവൻ്റെ ഉള്ളിലുള്ള ആ സത്യത്തെ അവൻ പ്രണയിക്കുമ്പോൾ എന്തായിരിക്കും അവനിൽ നിന്നുണ്ടാവുന്നത്? അവിടെ കോൺവെർസേഷൻ ആയിരിക്കില്ല, അവിടെ വേറൊരു ആംഗിളിലായിരിക്കും ഈ റൈറ്റിംഗ് വരുന്നത്. അതായിരുന്നു പിന്നീട് എഴുതിയ തോരാത്ത പ്രണയമഴ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഘട്ടമായിട്ട് വന്നതാണ്. പിന്നീട് എഴുതിയതാണ്. അപ്പോൾ ഇതിനെല്ലാം തടസ്സം എന്താണ്? അഹമാണ്. അഹം ഉണ്ടെങ്കിൽ ഇതൊന്നും വർക്കൗട്ടാകില്ല, ഈ ലാംഗ്വേജേ പിടികിട്ടത്തില്ല. അതിനുവേണ്ടി നമ്മൾ എഴുതിയതാണ് അഹം കരിക്കൂ എന്ന് പറയുന്ന ഒരു ടോപ്പിക്. അപ്പോൾ ഇങ്ങനെ ഘട്ടമായിട്ടാണ് ഓരോന്ന് എഴുതി വന്നത്. അങ്ങനെ പ്രേമസാഗര തീരത്ത്, ധ്യാന കഥകൾ, ഏറ്റവും അവസാനം വന്ന് നിൽക്കുന്ന ഒരു റൈറ്റിംഗാണ് വൃത്തത്തിലെ ശൂന്യത. വൃത്തത്തിലെ ശൂന്യത എന്ന് പറയുന്നത് ഒരു നിരീക്ഷകൻ എങ്ങനെ ആയിരിക്കണം, അവൻ്റെ ക്വാളിറ്റി എന്താണ്, അവൻ നിരീക്ഷിക്കുമ്പോൾ അവൻ തിരിച്ചറിയുന്ന ഘടകങ്ങൾ എന്താണ്, ഇതാണ് അതിൻ്റെ അൾട്ടിമേറ്റായിട്ടുള്ള ഒരു ത്രെഡ്. അപ്പോൾ അതിന് ചെറിയ വാക്കുകളിൽ കൂടിയായിരിക്കും നമ്മൾ പറയുന്നത്. ഇഷ്ടം എന്നുള്ളൊരിത്, അതല്ലെങ്കിൽ ഡിസയർ, ഇനി മനസ്സിലാക്കൽ, ഇങ്ങനെ ഓരോ ടോപ്പിക്കിൽ കൂടി ഒരു നിരീക്ഷകൻ ഇത് ഇവൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് വർക്കൗട്ട് ആകുന്നത് എന്നുള്ളൊരു പഠനം എന്നുള്ള രീതിയിലാണ് വൃത്തത്തിലെ ശൂന്യത ഉദ്ദേശിക്കുന്നത്.